ഇപ്പൊ ശരിയാക്കിയ ഈ മിഠായി നമുക്ക് കാണാൻ പറ്റണ്ടോ? ഈ കാണാൻ പറ്റുന്നുണ്ട് ചേച്ചി, ഇവൾക്ക് ഒരു കുഴപ്പമില്ല. ഹൈ റൈസ്, എന്റെ ചേച്ചിക്ക് കണ്ണിലിടക്കിടക്ക് പൊടിയുടെ അലർജിയും ചൂടിന്റെ അലർജിയൊക്കെ ആയിട്ട് ചോന്ന് വരും. നീ എന്റെ കൂടെങ്ങൾ വന്നേ, നിന്നെ ഞാൻ ആശുപത്രി കൊണ്ടുപോകും, നിങ്ങൾ വാങ്ങിടും. അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിലെത്തി. അപ്പൊ ഞങ്ങൾ വന്നത് എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറിന്റെ ക്ലിനിക്കായ ക്ലാരിറ്റി വിഷനിലാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ചെന്ന് ടെസ്റ്റിനെ കയറാണ്. അപ്പൊ ടെസ്റ്റൊക്കെ ചെയ്യാനെടുത്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതൊന്നും നമുക്ക് പേടിക്കൊന്നും വേണ്ട, നല്ല കംഫർട്ടബിൾ ആയിട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടാ ചേച്ചിക്കും പേടിയുണ്ടായില്ല, എനിക്ക് ഒട്ടും പേടിയുണ്ടായില്ല. പിന്നെ ഓരോ ടെസ്റ്റുകളും കാര്യം ചെയ്തതും എനിക്ക് ചിരി വന്നിട്ട് പാണ്ടായില്ല. അങ്ങനെ വിളിക്കുക ഏതാനും വായിക്കാൻ അറിയാമെന്ന് എനിക്ക് ചെറിയ സംശയം വരുന്നു ഗൈസ്. ചില അക്ഷരങ്ങൾക്ക് തൊഴുക്കെത്തുണ്ടായില്ല. പിന്നെ ഞാൻ മിഠായി കൊണ്ട് കൊടുത്തു. അപ്പോൾ അവൾക്ക് മിഠായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ തന്നേക്ക്. പിന്നെ അതിന് ശേഷം ഡോക്ടർ ആൻറ്റി അടുത്തേക്ക് പോയി. ഡോക്ടർ ആൻറ്റി നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണുണ്ടായിരുന്നു. ആറ് ചെറിയ പേടിക്കുണ്ടായിരുന്നു ചേച്ചിക്ക്. ഇഞ്ചക്ഷൻ അങ്ങനെ വെച്ചാലൊന്നും, പക്ഷെ കണ്ണിലൊന്നും ഇഞ്ചക്ഷൻ വെക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് സമാധാനമായി. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ ചിന്നമ്മയുടെ ലെൻസ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി. അതിനുശേഷം ചിന്നമ്മേനെയും ഞങ്ങളൊന്ന് പരിശോധിക്കാൻ കയറ്റി. അങ്ങനെ വിട്ടാൽ പറ്റിയല്ലോ. ഇവരെ രണ്ടാളെ ഒന്ന് പരിശോധിക്കാൻ എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ കയറില്ലപ്പാ, തുമ്പി ഒട്ടും കയറില്ല. അങ്ങനെ ഞാൻ ഹാപ്പി രണ്ടാളെയും കൂടി അങ്ങോട്ടും കൊടുത്തു ഹാപ്പി ചെയ്യുന്നിപ്പേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്ത്, ഇവളുടെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ഇരിക്കണ്ടായി. എനിക്ക് ഇവർക്ക് തരാനത്ര മടിയിൽ അതിൻ്റെ താഴെങ്കിലും ചോക്ലേറ്റ് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഒറ്റയ്ക്ക് തന്നെ. പിന്നെ ചിന്നമ്മ അവിടെ നിന്ന് കുറെ നേരം വായിച്ചു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നിട്ട് പാടില്ല. ഇവരമ്മയുള്ള ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ഞാൻ തോന്നാൻ തന്നെ വായിക്കാനൊന്നും അറിയില്ല തോന്നണം. എന്ത് ഞങ്ങൾ ഒരു ഡോക്ടറിൻ്റെ എത്തിക്ക് പോയി. വീണ്ടും കുറച്ച് പരിശോധിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ കണ്ണാറ വെച്ചാണായിരുന്നേ. അപ്പോൾ ഡാർക്ക് റൂം പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അതെല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കും. ചെറിയൊരു തിരക്കൊക്കെ ആയി തുടങ്ങി. പിന്നെ ഇവിടെ നമുക്ക് ഓപ്റ്റിക്കൽസ് ഒക്കെ സെലക്ട് ചെയ്യാട്ടോ. പിന്നെ ടെസ്റ്റിന് ശേഷം നമുക്ക് ക്ലാസ്സുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓപ്റ്റിക്കൽസ് ഇഷ്ടംപോലെ അവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്കുള്ളതും മുതിർന്നവർക്കുള്ളതും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പല പല ഫ്രെയിമുകൾ കാര്യങ്ങളുണ്ട്. ഓർഡർ അനുസരിച്ച് ചെയ്തു തരുന്നുണ്ട്. പിന്നെ റൈബാൻ പോലുള്ള വലിയ വലിയ ബ്രാൻഡുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് ഇവിടുത്തെ നിലവിലുള്ള സർവീസുകളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സർവീസുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ക്ലിനിക്കിന്റെ പേര് ക്ലാരിറ്റി വിഷൻ ഐ ക്ലിനിക് എന്നാണ്. ഇവിടുത്തെ മറ്റൊരു ബെനിഫിറ്റ് തന്നെ കൺസൾട്ടേഷൻ ടൈം ആയിരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ 5 മുതൽ 8 വരെ. അപ്പോൾ ലീവ് എടുക്കാണ്ട് തന്നെ അച്ഛനമ്മയ്ക്കും വരാനും പറ്റി. വേഗം ഡോക്ടറെ കണ്ടുപോരാനും എളുപ്പമായിരുന്നു. അപ്പൊ നമ്മുടെ ക്ലിനിക്കിന്റെ സ്പോട്ട് വരുന്നത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബില്ലിൽ നിന്ന് നോർമൽ കോളേജിലേക്കും DYSP ഓഫീസിലേക്കും പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ റൈറ്റ് സൈഡിൽ ക്ലാരിറ്റി വിഷൻ ഐ ക്ലിനിക്. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ കണ്ടത് മരുന്നൊക്കെ തന്നു. മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട് 2 ആൾക്കോളവ്. അപ്പൊ അതൊക്കെ കിട്ടി. ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് മരുന്നൊക്കെ വയ്ക്കണം. ഞാനാണ് ചേച്ചിയുടെ കടയിൽ മരുന്ന് വയ്ക്കാൻ പോകുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാത്തോ. ടാറ്റാ.